ഇരിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു വെച്ച വിഷയം ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയതായിട്ടുള്ള ലേഖനത്തിലെ ഒരു വാക്യമാണ്. സഭയ്ക്ക് പൗലോസ് നൽകിയ അതിശ്രേഷ്ഠമായ ഒരു ഉപദേശം. അതിൽ കവിഞ്ഞ് ഒരു സഭയ്ക്ക് ഒരു ഉപദേശം നൽകാനായിട്ടില്ല. ക്രിസ്തുയേശുവിൻ്റെ ഭാവം, the mind of Christ, the attitude of Jesus Christ be with you all forever and ever. ഈ വിഷയത്തിൽ നിന്നും ഞാനൊരു വേദശാസ്ത്രജ്ഞനൊന്നും അല്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കാട്ടിയ കരുണയ്ക്കായി, കൃപയ്ക്കായി, മനസ്സലിവിനായി നന്ദിയോടെ സ്തോത്രം. താവേ, 2-3 ദിവസക്കാലം നിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പിൽ ഇരിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, നിന്റെ മനസ്സുള്ളവരായി, നിന്റെ മനോഭാവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളെ നീ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് ഈ വർഷം ഈ കൺവെൻഷൻ മൂലം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷയുടെ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യത അല്ല, അവനൊപ്പം നിൽപ്പാൻ ആരുമേയില്ല, അവനെ പോലാരുമില്ല. ഒരു കടൽക്കരയിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു സായം സന്ധ്യയിലിരിക്കുക. തലേദിവസം രാത്രിയിലുണ്ടായ കാറ്റും കോളും ആഞ്ഞടിച്ച തിരമാലകളും കാരണം ധാരാളം സ്റ്റാർ ഫിഷ് ഈ കടൽക്കരയിൽ അടിഞ്ഞു കിടക്കുകയാണ്. ഈ കടൽക്കരയിൽ അടിഞ്ഞു കിടക്കുന്ന സ്റ്റാർ ഫിഷ് അന്ത്യശ്വാസം വലിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതുവഴി ഒരു കൊച്ചു പയ്യൻ നടന്നു വന്നു. ഈ ദമ്പതികൾ, ഈ ഭാര്യ ഭർത്താക്കന്മാർ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ വന്ന് നിന്നതിന് ശേഷം ആ കൊച്ചുകുട്ടി ഒരു സ്റ്റാർ ഫിഷിനെ എടുത്ത് കടലിലേക്ക് ഇട്ടു. ഇത് കണ്ട ആ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ, ദമ്പതികളിൽ ഒരാൾ ഈ കുട്ടിയോട് പറഞ്ഞു, വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്.
കിടക്കുന്ന, ശ്വാസം വലിഞ്ഞുകൊണ്ട് കിടക്കുന്ന 1000-10,000 സ്റ്റാർ ഫിഷുകളിൽ ഓരോരുത്തരെടുത്ത് കടലിലിട്ടത് കൊണ്ട് എന്നാ വ്യത്യാസം വരാനോ? What difference it makes? അപ്പോൾ ആ കൊച്ചുകുട്ടി അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, I cannot make a difference to all these starfish. I cannot make a difference to all these starfish, but I can make a difference to this starfish. I can make all difference to this particular starfish. എനിക്ക് എല്ലാത്തിനെയും ഒന്നും രക്ഷിക്കാനൊക്കില്ല, പക്ഷേ ചിലതിനെ രക്ഷിക്കുവാൻ കഴിയും. ഞാൻ ഇന്നലെ വലിയ മെത്രാപ്പോലീത്ത മാരാമണ് ചോദിച്ച ചോദ്യം ചോദിച്ചോണ്ട് ആരംഭിച്ച്. എന്തിനു വേണ്ടിയായി കൺവെൻഷൻ? വായി എന്ത് സംഭവിക്കണം? 3 വർഷവും മാരാമൻ കൺവെൻഷന് പ്രസംഗിച്ച വലിയ മെത്രാപ്പോലീത്ത തിരുമേനി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ദൂത് ആരംഭിച്ചത്. 125 സംവത്സരക്കാലം ഈ മണപ്പുറത്ത് യോഗങ്ങൾ നടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്തു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു? എന്തു മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായി? നിങ്ങൾ പാർക്കുന്ന പരിസരങ്ങളിൽ എന്തു മാറ്റങ്ങൾ ഉളവാക്കി? യുവജനസഖ്യം അംഗങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ക്രമീകരിച്ച ഈ കൺവെൻഷൻ കൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതിനെ എന്താ ചെയ്യണം? നമ്മുടെ മനസ്സുകൾ മാറും. നമ്മളുടെ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനെ എന്താ ചെയ്യണം? 2-3 കാര്യങ്ങൾ നിങ്ങളെ വേഗത്തിൽ ഓർപ്പിച്ച് എൻ്റെ ധൃതികൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരിക്കലും ഒരു പത്രത്തിലൊരു വാർത്ത വന്നു. ആളുകളെല്ലാം അത് ശ്രദ്ധിച്ചു. ഡൈനാമിക് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. ലോകത്തിന് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കിക്കൊണ്ട് ഡൈനാമിക് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. ഇതാണ് പത്രവാർത്ത. പക്ഷേ ഒരു കാര്യം ഉണ്ടായി. ഈ ചരമവാർത്ത വായിക്കാനുള്ള ഗതികേട് ആൽഫ്രഡ് നോബലിനും ഉണ്ടായി. രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ പത്രവാർത്ത വായിച്ചു. ഡൈനാമിക് കണ്ടുപിടിച്ച, ലോകത്തിന് ഭീകരമായ ദോഷങ്ങൾ ഉണ്ടാക്കിയ ഡൈനാമിക് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ അന്തരിച്ചു എന്ന വാർത്ത അദ്ദേഹം തന്നെ വായിച്ചു. ഇത് പത്രക്കാർക്ക് വലിയൊരു പിഴവാണ്. വാസ്തവത്തിൽ മരിച്ചത് ആൽഫ്രഡ് നോബൽ അല്ല, അദ്ദേഹത്തിന്റെ സഹോദരനാണ് മരിച്ചത്. പക്ഷെ പത്രക്കാർ വിചാരിച്ചു ആൽഫ്രഡ് നോബലാണ്. പക്ഷെ രാത്രിയിൽ അദ്ദേഹം ഉറങ്ങിയില്ല. അദ്ദേഹം ഡൈനാമിക് കണ്ടുപിടിച്ചത് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം കണ്ടുപിടിച്ചത് ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പാറകളെയും കുന്നുകളെയും ഇടിച്ച് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഡൈനാമിക് കണ്ടുപിടിച്ചത്. പക്ഷേ മനുഷ്യനത് മനുഷ്യന് ദോഷമായി
വേർതിരിച്ചു എന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ ആ രാത്രിയിൽ ആൽഫ്രഡ് നോബൽ ഉറങ്ങിയില്ല. പാതിരാത്രിക്ക് ഉറക്കം കിട്ടാതെ കിടന്ന ആൽഫ്രഡ് നോബൽ എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞു: ഞാൻ കറക്റ്റ് ചെയ്യും എന്റെ ജീവിതം. ഐ വിൽ കറക്റ്റ് മൈസെൽഫ്. ഞാൻ എന്റെ തെറ്റ് തിരുത്തും. ഞാൻ എന്റെ ഗവേഷണങ്ങളെല്ലാം അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഐ നീഡ് എ കറക്ഷൻ. അങ്ങനെയാണ് നോബൽ സമ്മാനം ലോകത്തിലുണ്ടായത്. പ്രിയമുള്ളവരെ, നമുക്കൊരു തിരുത്തൽ ആവശ്യമല്ലേ? ഒരു കറക്ഷൻ ആവശ്യമല്ലേ? ഞാൻ എന്റെ സന്ദേശം ആരംഭിച്ചപ്പോൾ 3 വാക്കുകൾ നിങ്ങളോട് പറഞ്ഞു: സ്റ്റോപ്പ്. ഒന്ന് നിൽക്കണം സഹോദര. വാച്ച്. ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ആത്മശോധന നടത്തണം. വാച്ച് ആൻഡ് പ്രൊസീഡ്. എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഒന്ന് നിൽക്കണം, ശാന്തമായി ഒന്നിരിക്കണം. ഡു യു നീഡ് എ കറക്ഷൻ ഇൻ യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിൽ ഒരു കറക്ഷൻ ആവശ്യമാണോ? നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണോ? ഡു യു നീഡ് എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്? എന്ത് ചെയ്യണം? പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് നൽകിയ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തുവേശുവിൽ ക്രിസ്തുവേശുവിന്റെ ഭാവം. വളരെ ശക്തമായ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മിൽ ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, we should confirm the place of Christ in your life. നിന്റെ ജീവിതത്തിൽ യേശുവിനുള്ള പ്ലേസ്, സ്പേസ്, യേശുവിനുള്ള സ്ഥാനം, യേശുവിനുള്ള ഇടം നീ നിശ്ചയിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഈ പട്ടക്കാരൻ, ഈ അച്ഛന് നിൽക്കാൻ കാരണമായതിൻ്റെ മുഖ്യ കാരണം മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരൻ, അദ്ദേഹം പിന്നീട് മാർത്തോമാ സഭയിലെ ബിഷപ്പായി കാലം ചെയ്ത ഈശോമാർ തിമോത്തിയോസ് തിരുമേനി, while he was the assistant vicar of മാർത്തോമാ ചർച്ച് കോഴഞ്ചേരി, എൻ്റെ വീടിൻ്റെ സമീപത്ത് താമസിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ വി.ടി. കോശിയച്ചനെ കാണാനായിട്ട് പാസ്റ്ററേജ് എടുത്തത്. അന്ന് ഞാൻ ബി എക്ക് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാര്യം ചെയ്ത ഈശോമാർ തിമോത്തിയോസ് തിരുമേനി ആര് ചെന്നാലും, ഏത് വലിയവൻ ചെന്നാലും, ആര് തന്നെ ആയിരിക്കും ചെന്നാലും അവനോട് കറതീർന്ന സുവിശേഷം പറയും. അപ്പൊ അതേ എന്നെ പരിചയപ്പെട്ടു. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന വീട്ടിലാണ്, ഞാൻ ഇന്നത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വേദപുസ്തകം എടുത്തുകൊണ്ട് വന്ന് എന്നോട് ഒരു 10 മിനിറ്റ് സുവിശേഷം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ്. ആരോട് സുവിശേഷം പറയും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവസാനം അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാനന്ന് പുന്നക്കാട് മാർത്തോമാ ഇടവകയിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന ആളാണ്. സൺഡേ സ്കൂളിൻ്റെ ടീച്ചറാണ്, കൊയറിൻ്റെ പ്രവർത്തകനാണ്, പള്ളിയിൽ വേണമെങ്കിലൊക്കെ പ്രസംഗിക്കും, അച്ഛനില്ലാത്തപ്പം. സെൻട്രൽ യുവജന സംഘത്തിൻ്റെ പ്രവർത്തകനാണ്, കേന്ദ്രം യുവജന സംഘത്തിൻ്റെ മെമ്പറാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ചെറുപ്പക്കാരാ, what is the place of Christ in your life? സുഹൃത്തേ, ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ യേശുവിനുള്ള
സ്ഥാനം എന്താണ് കുഞ്ഞേ? What is the place of Christ in your life? നിന്റെ ജീവിതത്തിൽ യേശുവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഇവിടെ? പ്രിയമുള്ളവരെ, I cannot answer. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ എൻ്റെ യേശുവിന് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഇല്ലായിരുന്നു ആ കാലത്ത്. പിന്നേക്കാട്ട് പള്ളിയുടെ മധുബായിൽ നിന്ന് ഇന്ന് കുഞ്ഞുങ്ങള് അസിസ്റ്റ് ചെയ്തതുപോലെ ഞാൻ അസിസ്റ്റ് ചെയ്യും. യുവജന സംഘത്തിൽ നല്ല ഒരു പ്രസംഗമൊക്കെ ചെയ്യും. അതിനുശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് വൈകിട്ട് 4 മണിയാകുമ്പോൾ വണ്ടി കയറും. ഞങ്ങൾ കോട്ടയത്ത് ചെന്നിറങ്ങും. ചിലപ്പോൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കും. സെക്കൻഡ് ഷോ കഴിയുമ്പോൾ 1:30 മണിയാവും. കോഴഞ്ചേരിക്ക് പിന്നെ വണ്ടി കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ ഉറങ്ങുന്നത് എവിടാന്ന് ചോദിച്ചാൽ മനോരമയിലാണ്. മനോരമയിൽ ആരെങ്കിലും കിടത്തുമോ? മനോരമ ഓഫീസിൽ ആരെങ്കിലും കിടത്തുമോ? ഞങ്ങൾ 4-5 പേരും കൂടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ മനോരമ പത്രം മേടിച്ച് അതേ വിരിച്ച് കിടന്നുറങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനോരമയിലാണ് കിടക്കുന്നത്. പിറ്റേ ഞായറാഴ്ചയും അത് വായിക്കും. 1-ാം പാഠമോ 2-ാം പാഠമോ വായിക്കും. എല്ലാവരുടെയും കണ്ണിൽ മാന്യനായ ഒരു ക്രിസ്ത്യാനി തമ്പി അന്ന് അച്ഛനായില്ല. എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നോട് ഈശോ മാർത്തിമത്തിയോ സിനിമയിൽ ചോദിച്ചു, ചെറുപ്പക്കാരാ, നിന്റെ ഉള്ളിൽ യേശുവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? I could not answer. That question changed my life. That question changed the mind. That question changed the attitude of my life. I accepted Jesus Christ as my personal Savior. എൻ്റെ അനുഭവമായിട്ടാണ് എപ്പോഴും എനിക്ക് വചനം പറയാനായിട്ടുള്ളത്. എനിക്ക് ഒത്തിരി വേദശാസ്ത്രം ഒന്നും പറയാൻ അറിയത്തില്ല. എന്തോ ഈ യേശു ക്രിസ്തുവിൽ നിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാട്ട്സ് എ മീനിങ്? ചുമ്മാ സൂപ്പർഫിഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ലല്ലോ. എന്നോട് നാട്ടിൽ വെച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു പോയി. അവൻ എന്നോട് പറഞ്ഞു, അച്ഛനൊരു കത്തി എടുക്കണം. ആ കത്തി എടുത്തിട്ട് അച്ഛൻ ഇപ്പോൾ എൻ്റെ ഹൃദയം കീറി മുറിക്കണം. അയ്യോ, എന്നോട് പറയും, അച്ഛനിപ്പോ ഒരു കത്തി എടുത്തിട്ട് എന്റെ ചങ്ക് കീറി മുറിക്കണം. There you will see Jesus Christ. അച്ഛൻ എന്റെ ഹൃദയം കീറി മുറിച്ചാൽ അവിടെ അച്ഛനെ യേശുവിനെ കാണാം. അവൻ പറഞ്ഞത് അല്പം നമുക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അവന്റെ കൺവിക്ഷൻ ഒന്ന് തപ്പി നോക്കി അവിടെ ഉണ്ടോ? എന്തോ ഈ യേശുവിന് അവിടെ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യം വേഗം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്ന്, we should have a personal experience with Jesus Christ. Christ should be our personal experience. Christ should be our personal experience. ഞാൻ 3 P നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നു. ഒന്ന്, യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടോ? പള്ളിയിൽ വന്നതുകൊണ്ടോ, വിശുദ്ധ കുർബാനയ്ക്ക് മുട്ടുകുത്തിയതുകൊണ്ടോ, എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന കൊണ്ടതുകൊണ്ടോ, ഇടവകയുടെ ഭാരവാഹികളാണെന്ന് പറഞ്ഞതുകൊണ്ടോ, സഭയുടെ വിവിധ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ യേശുക്രിസ്തുവുമായ ഒരു ആഴത്വ ബന്ധം ഉണ്ടാകണമെന്നില്ല. അവരെ കണ്ടാൽ, അവരുടെ വാക്കുകൾ കേട്ടാൽ, Christ should be our personal experience.
ഒരു ചെറുക്കന് കോളേജിൽ കയറിയപ്പം തൊട്ട് അമ്മയെ അങ്ങ് ചോദ്യം ചെയ്യുക. അമ്മ എന്തിനാ പള്ളിയിൽ പോയി? എന്തോ ആവശ്യം? അമ്മ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടോ എന്നാരും പറഞ്ഞു. ഇതൊക്കെ പൊളിയമ്മേ. ശാസ്ത്രത്തിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾക്കൊന്നും ഈ കാലത്ത് വിലയില്ലമ്മേ. അപ്പൊ അമ്മ അടുക്കളയില് പാത്രത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചിരുന്ന ആ ഓറഞ്ചിന് ഒരെണ്ണം എടുത്തിട്ട് അവന്റെ കൈ കൊടുത്തു. മോനെ, ഈ ഓറഞ്ചിന് പുളിയാണോ മധുരമാണോ നീ പറയണം. അപ്പൊ അവൻ ഉടനെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നാ പണിയായി കാണിക്കുന്നത്? ഓറഞ്ചിന് മധുരമാണോ പുളിയാണോ എന്ന് ഞാൻ പൊളിച്ച് അതിന്റെ അള്ളികൾ രുചിച്ചു നോക്കാതെ എങ്ങനെ പറയും? ആ അമ്മ അവനോട് പറഞ്ഞു, എടാ, ദൈവത്തെ രുചിച്ചറിയാതെ, യേശുക്രിസ്തുവിനെ രുചിച്ചറിയാതെ ഒരു ദൈവമുണ്ട് എന്ന് നിനക്ക് പറയാൻ കഴിയില്ലടാ. Do you taste Jesus? I tasted in my life. എനിക്ക് മറ്റൊന്നും പറയാനായിട്ട് മാത്രമേ. ഈ കുട്ടനാട്ടുകാരിവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാം നല്ലതുപോലെ. ഈ താറാവിനെയും താറാവ് കൃഷി അവർക്കറിയാം കുട്ടനാട്ടുകാർക്ക്. ഒരിക്കലും ഒരു പള്ളിക്കൂടത്തിലെ ഒരു ടീച്ചർ പിള്ളേരെ കണക്ക് പഠിക്കണം. അപ്പൊ ആ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, 10 താറാവ് ഒരു കുളത്തിന്റെ കരക്കിരിക്കുക. അതിലൊരു താറാവ് കുളത്തിലോട്ട് ഇറങ്ങി. ബാക്കി എത്ര താറാവ് കരയ്ക്കുണ്ടടാ? 10 താറാവ് ഒരു കുളത്തിന്റെ കരയ്ക്ക്, ഒരെണ്ണം കുളത്തിലോട്ട് ഇറങ്ങി. ബാക്കി എത്ര എണ്ണം കരയ്ക്കുണ്ട്? പിള്ളേരെല്ലാം പറഞ്ഞു 9 9 9 9 9. സാർ പറഞ്ഞു, നോ, 10 - 1. സാർ എന്തായി പറയുന്നേ? അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ, 10 താറാവ് ഒരു കുളത്തിന്റെ കരക്കിരുന്ന് 1 കുളത്തിലോട്ട് ഇറങ്ങിയാൽ സാറേ 9 അതിന്റെ പുറകെ കിടന്നു. ഇതാ താറാവിന്റെ സ്വഭാവം. പിന്നെ കരയ്ക്കൊന്നും കാണുകയില്ല സാറേ. എടാ, നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാനൊരു താറാവുകാരന്റെ മോനാ സാറേ. യേശുവിനെ അനുഭവിക്കുന്നവർക്ക് അറിയാം യേശു ആരാണ്. You know who is Christ. If you experience Jesus in your personal life, you will know who is Jesus. അതിന് ശാസ്ത്രം പഠിക്കണമെന്നൊന്നുമില്ല. ഞാൻ ഈ വാട്സപ്പില് ഈ മാർക്ക് ആൻഡ് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചിലപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. മാർക്ക് ആൻഡ് ഏഞ്ചൽ എന്ന് പറയുന്നത് ഒരു കറുത്ത 2 കുട്ടികളാണ്. അവർ രണ്ടുപേരും ഒരിക്കലും ഇങ്ങനെ അരമതിലയിൽ ഇരിക്കുമ്പോൾ ഒരു കോളേജിലെ വലിയ പ്രൊഫസർ കാറെ വന്ന് അവരുടെ മുന്നിൽ വന്ന് നിന്നു. അപ്പൊ മാർക്ക് ഏഞ്ചലും അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് പ്രൊഫസർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൺഗ്രാജുലേഷൻസ്, നിനക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. അപ്പൊ മാർക്ക് പറഞ്ഞു, യെസ് സർ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ഗോട്ട് ദാറ്റ് അവാർഡ്. മാർക്ക് പറയുക, യെസ് സർ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഉടനെ പ്രൊഫസർ പറഞ്ഞു, ഗോഡ് ഗോഡ്. അപ്പോൾ മാർക്ക് പറഞ്ഞു, യെസ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. Who is God? Can you see God? മാർക്ക് പറഞ്ഞു, no. ഏഞ്ചൽ പറഞ്ഞു, no, we cannot see God. Can you touch God? No, we cannot touch God. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു,
ശാസ്ത്രത്തിന്റെ ഉന്നത ശ്രേണിയിൽ പഠിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം കാണുകയും തൊടുകയും ചെയ്യാൻ കഴിയില്ലെങ്കിൽ according to the science there is nothing. ശാസ്ത്രമനുസരിച്ച് ഒരു കാര്യം കാണാനൊക്കത്തില്ലെങ്കിലും ടച്ച് ചെയ്യാനൊക്കത്തില്ലെങ്കിലും അതുണ്ടെന്ന് പറയാനൊക്കത്തില്ല. അയ്യോ, so there is no God. മാർക്ക് ഏഞ്ചലും ആകെ കൺഫ്യൂഷൻ. Cannot see God, cannot touch. So according to the science, no God. But an angel, അവള് ഭയങ്കര മിടുക്കുക. അവളങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. ഈ പെൺകൊച്ചുങ്ങള് അവരെ ശ്രദ്ധിച്ചോണം, അവരങ്ങനെ വിട്ടുകൊടുക്കുകയില്ല. ആൺപിള്ളേരുടെ പാവങ്ങളല്ല പെൺപിള്ളേർ. പെൺപിള്ളേരെ വളർത്തുന്ന സൂക്ഷിക്കേണ്ടത്. ആൺപിള്ളേർ കുഴപ്പമില്ല. ഏഞ്ചല് പ്രൊഫസറോട് പറഞ്ഞു, പ്രൊഫസർ how do you know this? അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, അത് വലിയ കാര്യമൊന്നുമില്ല, കോമൺ സെൻസ് എന്ന് പറഞ്ഞ് പ്രൊഫസർ കാറയിലോട്ട് കയറാൻ നേരം ഏഞ്ചൽ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പ്രൊഫസർ പ്ലീസ് can you see common sense? No. Can you touch common sense? No. Then you have no common sense. ശാസ്ത്രം അനുസരിച്ച് കാണണം, തൊടണം. Praise the Lord. Christ should be our personal experience. ദൈവത്തിന് സ്തോത്രം. രണ്ട്, Christ should be our passion. Christ should be our passion. യേശു ക്രിസ്തുവിന്റെ ആവേശമായി മാറണം. ഉണ്ടോ? യേശു ക്രിസ്തു ഒരു ആവേശാണോ? ഒരു കൊച്ചുകുട്ടി സൺഡേ സ്കൂൾ കഴിഞ്ഞ് അവൻ ഓടി വന്നിട്ട് അവൻ്റെ അമ്മയുടെ അരികെ വന്നിട്ട് ചോദിച്ചു, അമ്മ ഡു യു ലവ് ജീസസ്? അപ്പൊ അമ്മ പറഞ്ഞു, യെസ്, ഐ ലവ് ജീസസ്. അത് കഴിഞ്ഞ് പിന്നെ അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, മമ്മി റിയലി യു ലവ് ജീസസ്? യെസ് മോനെ, ഞാൻ ഐ ലവ് ജീസസ്, യെസ്. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും, മമ്മി റിയലി ഡു യു ലവ് ജീസസ്? അപ്പൊ അമ്മയ്ക്ക് ഈ കുഞ്ഞ് മൂന്നാമതും വന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു സങ്കടം. എന്നാ മോനെ നീ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവോ എന്ന് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു, മമ്മി അപ്പ പോയിട്ട് ജോലി ചെയ്യുക. മമ്മി മറ്റുള്ളവരോട് അപ്പായെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, മമ്മി സ്നേഹിക്കുന്ന യേശുവിനെ പറ്റി ആരോടും പറയുന്നില്ലല്ലോ. മമ്മി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പപ്പായുടെ ജോലിയെ പറ്റി, ശമ്പളത്തെ പറ്റി, സ്റ്റാറ്റസിനെ പറ്റി, പൊസിഷനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടാൽ മമ്മിയുടെ വായിൽ ദൂറുന്നതാണ്. മമ്മി സ്നേഹിക്കുന്ന യേശുവിനെ പറ്റി ഇന്ന് വരെ ആരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. മമ്മി അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കും. ആയുസിന്റെ ഇന്ന് വരെ എന്റെ യേശുവിനെ പറ്റി ഒരാളോടെങ്കിലും പറഞ്ഞവരുണ്ടോ? ഞാൻ ആരെയും കൈ പൊക്കിക്കുന്നില്ല. നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഇത് ദൈവത്തിന്റെ മുമ്പാകെ പറഞ്ഞാൽ മതി. ഒരു നല്ല കടയിൽ സെയിൽ ഉണ്ടെങ്കിൽ എത്ര പേരെ വിളിച്ചു പറയും, ഈ കുഞ്ഞമ്മേ
ഈ കോസ്റ്റോയിൽ എന്തോ ലാഭമാണെന്ന് കുഞ്ഞുഞ്ഞമ്മേ, ഓൾമാർട്ടിൽ ഇന്ന സാധനത്തിന് ഭയങ്കര വിലക്കുറവാണ്. എടീ മറിയാമേ, ഇന്ന ഡോക്ടർ ഒന്ന് മിടുക്കനാണ്. നിന്റെ യേശുവിനെ പറ്റി ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ? വൈ എന്താ? പ്രിയമുള്ളവരെ, ഞാൻ 3 വർഷം മാർത്തോമാ സഭയുടെ സുവിശേഷ വേലയുടെ എളിയ പ്രവർത്തകനായിരുന്നത് കൊണ്ട് ഞാൻ പറയും, മാർത്തോമാക്കാർക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന പേരെന്താ ചോദിച്ചാൽ മുനിമാർ. All Marthomites, most of the Marthomites are nowadays മുനിമാർ. മുനിമാർ എന്ന് പറഞ്ഞാൽ മൗനികൾ. യേശുവിനെ പറ്റി പറയുമ്പോൾ എന്തിനാ മൗനം ദർശിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ യേശുവിനെ പറ്റി? ഒരു പാഷൻ വേണം, ആവേശം. ഞാൻ കുറുന്തമന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഈ തമ്പിയുടെ സ്റ്റാൻലിയുടെ ഒക്കെ ഒരു വെല്ലുപ്പിച്ചനുണ്ടായിരുന്നു. താടിയൊക്കെ നീട്ടി ആ അരമതിൻ്റെ ഇപ്പുറത്ത് വന്ന് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ എപ്പോൾ ചെന്നാലും അപ്പച്ചൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛൻ എത്ര പേരോട് യേശു ക്രിസ്തുവിനെ പറ്റി ഈ ആഴ്ച പറഞ്ഞു? ചിലപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ അങ്ങനെ യേശു കൂർത്തമന മാർത്തോമാ പള്ളിയിലെ ഇടവികാരി അപ്പച്ചൻ അങ്ങോട്ട് ക്രോസ് ചെയ്തു. അച്ഛൻ ഈ ആഴ്ച എത്ര പേരോട് യേശുവിനെ പറ്റി പറഞ്ഞു? പക്ഷേ അദ്ദേഹത്തിന് എന്നോട് ചോദിക്കാൻ അതിന് അവകാശമുണ്ട് കേട്ടോ. കാരണം അദ്ദേഹം പറഞ്ഞു, അച്ചു ശബരിമല സീസൺ ആരംഭിക്കുമ്പോൾ ഞാൻ 2 വലിയ ചാക്കിനകത്ത് ഒരു ചാക്ക് നിറച്ച് പ്രതികൾ, വേദപുസ്തകത്തിൻ്റെ പ്രതികളും എന്താ പറയുന്നത് ട്രാക്സും ഒക്കെ ഒരു ചാക്കിനകത്ത് അരിയും സാമാനങ്ങളും. അച്ചു ഞാൻ എലിവേലിയുടെ അടുത്ത് പോയി താമസിച്ച് അവിടെ എവിടെയെങ്കിലും അല്പം കഞ്ഞിയൊക്കെ വെച്ച് കഴിച്ചേച്ച് അനേകരോട് സുവിശേഷം ഞാൻ പറയച്ചു. അനേകർക്ക് ഞാൻ വേദപുസ്തകത്തിൻ്റെ പ്രതികൾ കൊടുക്കും, ട്രാക്സ് കൊടുക്കും. ആ വല്യപ്പച്ചൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയാണ്. ഈസ് പാഷൻ. യേശുവിനോടുള്ള അടങ്ങാത്ത ഒരു ദാഹം. ഒരാളുടെ യേശുവിനെ അറിയണം. മൂന്ന്, Christ should be our pride. Christ should be our personal experience. Christ should be our passion. Christ should be our pride. Pride. യേശു ക്രിസ്തു എന്തൊരു അഭിമാനം എത്ര പേർക്കുണ്ട്. ഞാൻ യേശുവിന്റെ വകയാണ്, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്, യേശുവിന്റെ സ്വന്തമാണ്. ഇനിയുള്ളവരെ, നമ്മുടെ കുടുംബത്തിന്റെ അങ്ങേ അറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വാലയിൽ ഒരു തിരുമേനി ഉണ്ടെങ്കിൽ അമേരിക്കയിൽ വരുന്ന എല്ലാ അച്ഛന്മാരോടും ഹൗസ് വിസിറ്റിന് വരുമ്പം പറയും, ആ അറ്റോ ഇന്ന തിരുമേനിയുടെ അളിയന്റെ ചേട്ടന്റെ മരുമോടെ അനിയത്തിയുടെ കൊച്ചുമോടെ ഭർത്താവിന്റെ അനിയനാണ് തിരുമേനി. ഓ, എന്തൊരു അഭിമാനമോ! ഈശോമാർ തിമോത്തിയോസ് തിരുമേനി ഒരിക്കൽ എന്നോട് പറഞ്ഞു, അറ്റോ തോന്നിയാമല താഴെ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങൾ അതിലേ നടന്നപ്പോൾ ഒരു മനുഷ്യർക്ക് ഞങ്ങളെ വേണ്ടായിരുന്നു. ഞാനൊരു അച്ഛനായപ്പോൾ ഒരു മനുഷ്യർക്ക് പോലും ഞങ്ങളെ വേണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരുമേനിയായി കഴിഞ്ഞപ്പോൾ അനേക കുടുംബക്കാർ പറഞ്ഞു, ഞങ്ങളും താഴേക്കാരും തമ്മിൽ ബന്ധമുണ്ട്. അതിനുണ്ട്, ക്ഷമിക്കണേ എന്നെ, ദൈവത്തെ ഓർത്ത് തന്നെ ഒന്നും ചെയ്യരുത്. എന്തുകൊണ്ടാ പറയുന്നത്? എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? തിരുമേനി നമ്മുടെ അഹങ്കാരം, നിനക്ക് പറയാമോ? യേശു എന്റെ അഭിമാനമാണ്. ക്രൈസ്റ്റ് ഈസ് മൈ പ്രൈഡ്. ഞാന് വലിയോദ്രാപുരത്ത തിരുമേനിയെ വല്ലപ്പോഴും കാണാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വല്ലപ്പോഴും കാണാൻ പോകുന്ന പോലെ ഒരു പിച്ചക്കാരൻ, ഒരു ബെഗർ യൂസ് ടു വിസിറ്റ്
തിരുമേനി. അറ്റ്ലീസ്റ്റ് ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ മന്ത്. അത് തിരുമേനിയുടെ അടുക്കൽ പോയി വർത്താനം. തിരുമേനിക്ക് ഈ ഭിക്ഷക്കാരോടൊക്കെ വർത്താനം പറയുന്നത് വലിയ ഇഷ്ടമാണ്. വലിയ തിരുമേനിയുടെ സ്നേഹിതരെല്ലാം അങ്ങനെയുള്ളവരാണ്. ധർമ്മക്കാരും ഭിക്ഷക്കാരും മുടന്തന്മാരും ഒക്കെ. അവർക്കൊക്കെ തിരുമേനി വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കും, ഓട്ടോ വാങ്ങിച്ചു കൊടുക്കും, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും. തിരുമേനി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കും. മീൽസ് ഓൺ ദ വീൽസ്. വലിയ മനുഷ്യൻ, ചുമ്മാ ഒന്നും അല്ല പത്മഭൂഷൺ കിട്ടിയത്. അപ്പൊ ഒരിക്കലും ഒരു ഭിക്ഷക്കാരൻ തിരുമേനിയെ വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ റിട്രീറ്റ് സെന്ററിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, താനെവിടെ പോയതാ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ തിരുമേനിയെ കാണാൻ പോയതാ. എന്നോട് ചോദിച്ചു, തിരുമേനി നിന്റെ ആരാ? തിരുമേനിയെ കാണാൻ പാ. അപ്പൊ അവനൊരു കാര്യം പറഞ്ഞു, ഞാനും തിരുമേനിയും കൂട്ടുകാരാ. തിരുമേനി ഈസ് മൈ ഫ്രണ്ട്. തിരുമേനി ഈസ് മൈ ഫ്രണ്ട്. ഞാൻ തിരുമേനിയും കൂട്ടുകാരൻ. ഇത്രയും നാൾ ഈ പള്ളിയിൽ ആരാധിച്ചല്ലോ. യേശു ആരാ? എന്തൊരു ബന്ധമുണ്ടോ? ഉണ്ടോ? ഞാൻ സാക്ഷിയൊന്നും പറയിപ്പിക്കുന്നില്ല. യേശു ആരാണ്? യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? യേശു ഒരു അഹങ്കാരമാണോ? ഞാൻ എന്റെ യേശുവിന്റെ വകയാണ്. ഞാൻ എന്റെ യേശുവിന്റെ സ്വന്തമാണ്. ഞാൻ എന്റെ യേശുവിന്റെ വകയാണ്. ഞാൻ യേശു എന്റെ സ്വന്തമാണ്. ഞാൻ അവൻ വകയാണ്. പ്രിയമുള്ളവരെ, അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ we all should be gripped by the person of Jesus Christ. We all should be gripped by the person of Jesus Christ. നമ്മുടെ കാലം ചെയ്ത അത്താനാസിസ് തിരുമേനി മദ്രാസിൽ വികാരിയായിരിക്കുമ്പോൾ ഈശോമാർ തിമോഥെയോസ് തിരുമേനി അച്ഛനെ വിസിറ്റ് ചെയ്യാൻ തന്നു. അപ്പൊ രണ്ടുപേരും ഡിന്നർ കഴിഞ്ഞ് മേളിൽ ഇരിക്കുമ്പോൾ CI ജോർജ് അച്ഛൻ, അത്താനാസിസ് തിരുമേനിയുടെ പഴയ പേരാണ് CI ജോർജ് അച്ഛൻ. ഈശോമാർ തിമോഥെയോസ് തിരുമേനിയും CI ജോർജ് അച്ഛൻ എന്ന് ബിഷപ്പാകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പൊ CI ജോർജ് അച്ഛൻ ഈശോമാർ തിമോഥെയോസ് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി 8 വർഷമായി ബിഷപ്പായിട്ട് മാർത്തോമാ സഭയിൽ. തിരുമേനി മാർത്തോമാ സഭയിലെ ആളുകളെ പറ്റിയുള്ള തിരുമേനിയുടെ ഒരു മതിപ്പല്ല, ഒരു അഭിപ്രായം. ഈശോമാർ തിമോഥെയോസ് തിരുമേനിയോട് ചോദിച്ചതാ CI ജോർജ് അച്ഛൻ, കാലം ചെയ്ത അത്താനാസിസ് തിരുമേനി. ഈശോമാർ തിമോഥെയോസ് തിരുമേനിക്ക് ഒട്ടും സമയം വേണ്ടി വന്നില്ല. തിരുമേനി ഉടനെ പറഞ്ഞു, I doubt whether our people are sufficiently gripped by the person of Jesus Christ. എന്റെ ജനം യേശു ക്രിസ്തുവിനാൽ വേണ്ടവണ്ണം പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ എഡ്മണ്ടനിൽ ചെന്നപ്പോൾ എന്റെ സുഹൃത്ത് സണ്ണി ഇറങ്ങി വെളിയിൽ പോകാൻ നേരം ഞാൻ സണ്ണിയോട് ചോദിച്ചു, സണ്ണി എവിടെ പോവാ? എന്റെ വണ്ടിക്ക് വിന്റർ ടയർ വാങ്ങാൻ വേണ്ടി പോവാ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിന്ററിന് ടയർ മാറും? മാറും. ഞാൻ ചോദിച്ചു, അയത്തില്ല. ഈ വിന്ററിന് ഈ ഐസിന്റെ മേളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ടയർ വാങ്ങിക്കണം, അതിനു വേണ്ടി പോവാന്ന് പറയും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. ഇല്ലേ നീ തന്നിപ്പോകും, നീ നശിച്ചു പോകും. നീ നിന്റെ കുടുംബ ജീവിതത്തിൽ തകർന്നു പോകും. Are you sufficiently gripped by the person of Jesus Christ? എന്തും വരട്ടെ, എന്തും ജീവിതത്തിൽ വരട്ടെ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. If you are sufficiently gripped by the person of Jesus Christ, നീ യേശു ക്രിസ്തുവിനാൽ വേണ്ടവണ്ണം പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ എന്തും സംഭവിക്കട്ടെ നിന്റെ ജീവിതത്തിൽ. 2019 ഒന്നും പേടിക്കണ്ട. നിന്റെ ഗ്രിപ്പ് തേഞ്ഞു പോകാതിരുന്നു പോയി ഇടപാട് തരുന്നു.
Are you sufficiently gripped by the person of Jesus Christ? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ളവനാണ്. പക്ഷേ പ്രിയമുള്ളവരെ, എന്നാൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ദൈവം എന്നെ തോറ്റുപോകാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അവൻ എൻ്റെ വകയാണ്. He is my pride. I am sufficiently gripped by the person of Jesus Christ. ഇതിനൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ പ്രശ്നം അവസാനിപ്പിക്കും. ഇതിനെന്ത് ചെയ്യണം? അവസാനം ഒരു പോയിന്റോട് പറയാം. യേശുക്രിസ്തുവിൻ്റെ മനസ്സും യേശുക്രിസ്തുവിൻ്റെ മനോഭാവവും ഉള്ളവരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ ചൊല്ലിയോ ആരെ ചൊല്ലിയോ നിങ്ങളുടെ ഭാരപ്പെടേണ്ട കാര്യമില്ല. Don't worry about your children. If you have the mind of Jesus Christ and the attitude of Jesus Christ, ഒന്നും പേടിക്കണ്ട. പക്ഷെ അവർ നമ്മളെ കാണുമ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ഞാൻ അമേരിക്കയിലെ പിള്ളേരുമായിട്ട് ഇടപെട്ടതിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, they are all very nice children, very straightforward, very straightforward. അവർക്ക് കള്ളത്തരം അറിയില്ല, കാപട്യം അറിയത്തില്ല. അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ സത്യമാണെന്ന് വിശ്വസിക്കും. കോഴഞ്ചേരിയിലും പിന്നേക്കാട്ടൊന്നും വന്നവന്മാര് വളഞ്ഞും പൊളഞ്ഞും പറയുന്നിടത്ത് സത്യമില്ല, നേരില്ല. ഈ പിള്ളേരെന്തെയും അവർക്ക് കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് അമേരിക്കയിൽ ഒരു പയ്യൻ പറഞ്ഞു, അപ്പ അമ്മ പറയുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, എടാ മോനെ ഞാനിത് കല്യാണം ആലോചിക്കട്ടെ. ഐ ഡോണ്ട് ബിലീവ് യു. എടാ മോനെ ഞാനിത് കല്യാണം ആലോചിക്കട്ടെ. ഐ ഡോണ്ട് വാണ്ട് which you propose. എന്താണെന്നറിയാമോ? എന്താ പറയുന്നത്? വൈരുദ്ധ്യങ്ങൾ കാണുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ രണ്ട് മുഖം പാടില്ല, ഒരൊറ്റ മുഖമേ കാണാവൂ. ഒന്നും പേടിക്കുന്ന കാര്യമില്ല. അതിനെന്താ ചെയ്യണം? We should reprogram our life. We should reprogram our life. 2019 നമ്മുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യണം. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഞാൻ നാട്ടിൽ നിന്ന് ഒരു പയ്യൻ എന്നെ ഫോൺ ചെയ്തപ്പോൾ അവന് ചില കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്റെ ജീവിതം താങ്ങി നിർത്തേണ്ടത് 5 pillars ആണ്. 5 pillars should support your life. Then you don't worry about your life. അവന്റെ കല്യാണത്തെ പറ്റിയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ പ്രധാനപ്പെട്ടപ്പോഴാണ് പറഞ്ഞത്, നിന്റെ ജീവിതത്തെ ഈ 5 pillars സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ നീ ഒന്നും പേടിക്കണ്ട. 1 വർഷിപ്പ്, 2 പ്രയർ, 3 വേർഡ് ഓഫ് ഗോഡ്, 4 ഫെലോഷിപ്പ്, 5 വിറ്റ്നസ്. 5 pillars നിന്റെ ക്രിസ്തീയ ജീവിതത്തെ താങ്ങി നിർത്തേണ്ട 5 pillars. എങ്ങനെയുണ്ട് ആരാധനാ ജീവിതം? വർഷിപ്പ് ലൈഫ്. എങ്ങനെയുണ്ട് പ്രാർത്ഥനാ ജീവിതം? എങ്ങനെയുണ്ട് ദൈവവചനവുമായിട്ടുള്ള ബന്ധം? എങ്ങനെയുണ്ട് കൂട്ടായ്മ, ഫെലോഷിപ്പ്? എങ്ങനെയുണ്ട് സാക്ഷ്യം? പ്രിയമുള്ളവരെ, നമുക്ക് ഈ വർഷം നമുക്ക് ഇതിലൂടെ കുറച്ച് കാര്യങ്ങളിലൂടെ ഉൾപ്പെടുത്താം. We should include some of these in our life. ഞാൻ ഈ 95 അമേരിക്കയിൽ വരുമ്പോൾ ഈ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് വലിയ രസകരമായ ഒരു കാര്യം ഞാൻ കാണും. ഇന്ന് പക്ഷേ ഞാൻ കാണുന്നില്ലായിരുന്നു. ഒരു ഈ വെയിറ്റ് നോക്കുന്ന മെഷീൻ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വലിയ രസമാണ്. ഞാൻ ഒരു കോയിന് എടുത്ത് അതിനകത്ത് ഇടുമ്പോൾ അന്ന് എനിക്ക് 75 കിലോ ഉണ്ട്. ഇന്ന് എനിക്ക് 86 കിലോ ഉണ്ട്.
അപ്പൊ എന്നിട്ട് ആ മെഷീന് മൈക്കിൽ കൂടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. Your weight is 76 kg. Your weight is 76 kilo. Your weight. അപ്പൊ വേറൊരുത്തും വന്ന് നോക്കുമ്പോൾ ആ ആളോട് പറയും your weight is 80 kilo. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാജസ്ഥാൻ മാർബിളിന്റെ പരസ്യം ഇങ്ങനെ ആസ്പെറ്റോസെ കയറി നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അവനെ പോലൊരു മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് ഈ മെഷീനിലോട്ട് അങ്ങ് കയറി നിന്നു. അപ്പോൾ ഈ മെഷീൻ എന്താണെന്നറിയാമോ? പ്ലുക്കോന്ന് പറഞ്ഞങ്ങ് നിന്നു. മെഷീൻ അത് നിന്നു. എന്നിട്ട് ആ മെഷീൻ മയക്കി കൂടെ വിളിച്ചു പറഞ്ഞു 1 at a time, 1 at a time, 1 at a time, 1 at a time. ഈ 250 കിലോ ഉള്ള ഇവനെ തൂക്കാനുള്ള പ്രോഗ്രാം അതിനകത്തില്ല. അപ്പൊ ആ മെഷീൻ വിചാരിച്ച് 2-3 പേർ ഒന്നിച്ച് ചേർന്നിക്കുക. അതുകൊണ്ട് ആ മെഷീൻ പറഞ്ഞത് 1 at a time, 1 at a time, 1 at a time, 1 at a time. അമേരിക്കയിൽ ഇതൊരു പ്രശ്നമേ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ 228 ആയാലും 500 ആയാലും തൂക്കത്തക്ക രീതിയിൽ ഈ മെഷീൻ ക്രമീകരിക്കാം. ഒരു ഈ പ്രോഗ്രാം ചെയ്താൽ അപ്ഡേഷൻ അല്ലേ, അപ്ഡേറ്റ് ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, 2019 പ്രവേശിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അനുഗ്രഹകരമായി തീരുവാൻ നിങ്ങൾ ചില പരിപാടികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. Your worship life, your prayer life, word of God, fellowship, witness. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് യേശുവിന്റെ മനസ്സോടുകൂടെ ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ മക്കളൊക്കെ തിരികെ വരും. They will come back. എൻ്റെ അപ്പ ഇപ്പോൾ യേശുവിന്റെ മനസ്സുള്ളവനാണ്. എൻ്റെ അമ്മ ഇപ്പോൾ യേശുവിന്റെ മനസ്സുള്ളവനാണ്. എൻ്റെ അമ്മ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ പ്രാർത്ഥനയുണ്ട്. We have family prayer. ഇപ്പോൾ ഞങ്ങൾ വേദോത്സവം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. ഞങ്ങളെ നോക്കണം. We are witness of Jesus Christ. ഞങ്ങളെ കണ്ടാൽ തിരിച്ചറിയും. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ ചുരുക്കാം. 2-3 ദിവസക്കാലം ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. ആരും പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. എന്നോട് പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ചിലർ വന്ന് പറയും, അച്ഛാ നല്ല പ്രസംഗമാണ്, എനിക്കത് കേൾക്കാൻ സുഖം ഉണ്ടാകണം, പക്ഷെ എനിക്ക് അങ്ങനെ കേൾക്കുന്നത് സുഖമല്ല. ഞാൻ അവരോട് പറഞ്ഞു, നല്ല പ്രസംഗമാണെന്ന് പറയുന്നതിലല്ല എനിക്കിഷ്ടം. എൻ്റെ അച്ഛൻ്റെ ആ പ്രസംഗം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതെന്നെ ഉൾപ്പെടുത്തി വെച്ചു. ആ കാര്യം അച്ഛൻ പറഞ്ഞത് എൻ്റെ വീട്ടിലെ കാര്യമാണ് അച്ഛൻ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എന്നെയും ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ യേശുവിൻ്റെ മനസ്സുള്ളവരായി, എൻ്റെ യേശുവിൻ്റെ മനോഭാവത്തോടുകൂടി ഞാൻ ജീവിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കുമ്പോൾ അവർക്ക് ഇനിയും യാതൊരു സംശയം ഉണ്ടാകത്തില്ല. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്. അവർ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കൈക്കൊള്ളുമെങ്കിലും വീട്ടിൽ ആ കുർബാന അനുഭവത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പറയണം. അങ്ങനെ പറയണം. ഇല്ലേ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകും. കുറച്ച് ഡോളർ കൂടുതൽ കയ്യിൽ ഇരുന്നത് കൊണ്ട് അത് ഒരു കാര്യമില്ല. മാറ്റം ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഡോളറും വേണ്ട, നമ്മുടെ വീടും വേണ്ട, യാതൊന്നും വേണ്ട. ഞാൻ ഒരിടവകയിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അങ്കിളിനെ കാണാനും ആൻറ്റിയെ കാണാനും ചെന്നപ്പോൾ അങ്കിള് വലിയ വിഷമത്തോടുകൂടി ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ അങ്കിളെ ഒരു വിഷമം?
അച്ഛാ, അമേരിക്കയിൽ എൻ്റെ 2-3 മക്കളുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ പോയി ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അച്ഛൻ. എൻ്റെ വലിയ വീട്, കാറ്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട് അച്ഛൻ. എൻ്റെ ഇളയ മകൻ നാട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവൻ ഞങ്ങളുടെ കൂടെ താമസിക്കും, ഞങ്ങളുടെ വയസ്സുകാരൻ, ഞങ്ങളുടെ ശീലകാരൻ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇന്ന് രാവിലെ 10:30 മണിയായപ്പോൾ അവൻ ഞങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പപ്പ മമ്മി, ഞാൻ നാട്ടിലോട്ട് വരുന്നില്ല. മോനെ, ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ ആർക്കാണോ? I don't want a penny from you. നിന്റെ കയ്യിൽ നിന്നും എനിക്ക് ഒരു പൈസ വേണ്ട, നീ അത് വെച്ചു. എൻ്റെ ഇളയ മകനും IAS-കാരനും ഞങ്ങളോട് പറഞ്ഞു, അപ്പാ അമ്മി, ഒന്നും സമ്പാദിക്കണ്ട, നിങ്ങൾ ഉണ്ടാക്കിയത് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ എത്രയും പോയി യാത്ര ചെയ്ത് എൻജോയ് ചെയ്യാമെന്ന് എൻജോയ് ചെയ്തു. Our children don't want your dollar. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകും. നമ്മൾ പരാജയപ്പെടില്ല. നമുക്ക് അതുകൊണ്ട് കണ്ണുകളടയ്ക്കാം. ഒന്ന് ഹൃദയഭാരത്തോട്, ഹൃദയവേദനയോട്, ഉള്ളൊരുക്കത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ചത് നിന്റെ ദൂതനായ സ്തുതി. ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ മനോഭാവങ്ങളിൽ, അത് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രതിഫലിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ നീ സഹായിക്കണമേ. കണ്ണില് ഒരല്പം കണ്ണുനീരുണ്ടാവട്ടെ, നമുക്ക് കരയാം. ഞാൻ ഇന്നലെ അമ്മമാരോട് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങളുടെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണ്. എപ്പോഴും തലമുറയ്ക്ക് വേണ്ടി കരയണം. ഒരമ്മയുടെ കണ്ണുനീരാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ആരെയും നോക്കാതെ വലതു കൈ നെഞ്ചോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിനക്ക് മുന്തിയ സ്ഥാനം, പ്രധാന സ്ഥാനം തരാൻ എൻ്റെ ഹൃദയം ഒന്ന് തുറക്കട്ടെ. കം ടു മൈ ലൈഫ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീയുമായിട്ടൊരാളത്വ ബന്ധം, പേഴ്സണൽ എക്സ്പീരിയൻസ്. കർത്താവേ, നീ എൻ്റെ പാഷനായി, ആവേശമായി തീരണമേ. നീ എൻ്റെ അഹങ്കാരമായി മാറണമേ. നീ എന്നെ പിടിച്ചോളെ. നീ വിട്ടുപോയാൽ ഞാൻ തകർന്നു പോകും. എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൂടെ ഉൾപ്പെടുത്തുവാൻ, ഒന്ന് റീപ്രോഗ്രാം ചെയ്യുവാൻ, എൻ്റെ ആരാധനാ ജീവിതം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ വചനവുമായിട്ടുള്ള ബന്ധം, എൻ്റെ കൂട്ടായ്മ ജീവിതം, എൻ്റെ സാക്ഷ്യം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കുമ്പോൾ അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് പറയുവാൻ, ഞങ്ങളിൽ ചില ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. കണ്ണുകളടയ്ക്കാം. നമുക്ക് യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കാം.